അല്ലല്ലോ ഒരു സെക്കൻഡ്. മോളെ കൊച്ചെ, നീ നേരത്തെ ഈ എലീനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നാ? വഴക്ക് പറഞ്ഞോ? പറഞ്ഞു. അമ്മാതിരി വർത്താനം പറഞ്ഞപ്പോ എന്ത് രണ്ടെണ്ണം പറയണ്ടേ? മോശമായിട്ട് സംസാരിച്ചോ? സംസാരിച്ചു. താങ്ക് യു. ആരെങ്കിലും വായി എന്തെങ്കിലും രണ്ടെണ്ണം കിട്ടണമെന്ന് വിചാരിച്ചിരിക്കും കൊടുത്തല്ലോ. താങ്ക് യു അഖിലേട്ടാ. നിങ്ങൾ നന്നായി ആഗ്രഹിക്കുന്നുണ്ടല്ലേ അതിനൊക്കെ? അത് അവിടെ വെച്ചേ കൊടുക്കാൻ പറ്റുന്നില്ല. എന്തിനടി നല്ല അടി എറണാകുളത്തുണ്ടായിരുന്നില്ലേ? ഒന്നുമില്ല, എനിക്ക് കോമഡി മാസ്റ്റേഴ്സ് കൂവുന്നുണ്ടായിരുന്നു. അല്ലല്ല, എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്ത് ചേച്ചി? കണ്ടിട്ട് തിരിച്ചു വരും ഞാൻ. എന്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്ക് കണ്ടിട്ടേ പോവാൻ പറ്റുള്ളൂ. എന്നെ കയറ്റി വിടാൻ പറ്റൂല. നിങ്ങൾ എന്തൊരു ഇത്ര കണ്ട കാണണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. എന്താണ് അങ്ങ് കയറ്റി വിട? ആരും നോക്കട്ടു. അയ്യോ, ഹായ്. നിങ്ങളെ മറ്റേതിനകത്തൊക്കെ കാണുമ്പോഴേ മറ്റേ ടിവിയിലെ പരിപാടി കാണാൻ പോയില്ല. മറ്റേനകത്തൊക്കെ കാണും. അതിൽ കാണുമ്പോ അത്ര പോരാ. പക്ഷെ നേരിട്ട് കാണാൻ പോണ്ടല്ല, ഒട്ടും കൊള്ളൂല. താങ്ക് യു ചേച്ചി. രണ്ടുപേരല്ലേ? 3 പേരെയും. ഓ അല്ല, ഇത് ഞാനേ വന്ന എന്തെന്നറിയാമോ? മറ്റേ നിങ്ങളെ പരിപാടിയില്ലേ, ടിവിയില് കാണുന്ന പരിപാടി? പരിപാടിയാ? ഒരു പരിപാടിയിൽ നമ്മള് മറ്റേ ഈ കോമഡി പറയണ ആളുകൾ പറയണ കോമഡി വെളിയിൽ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ചിരിക്കുകയും കൈയടിക്കുകയൊക്കെ ചെയ്യൂലേ നിങ്ങള്? കോമഡി മാസ്റ്റേഴ്സ്. അത് തന്നെ. ആ പരിപാടിയിൽ വരണം എനിക്ക്. ചേച്ചിക്ക് വരണോ? ഓ ചേച്ചിനെ ഞാൻ അതിനകത്ത് ചേച്ചി ഇവരെ കൊണ്ട് തന്നെ പറ്റുന്നില്ല. ചേച്ചി എന്തിനാ വെറുതെ അങ്ങോട്ട് പോകുന്നത്? ചേച്ചി വേണമെങ്കിൽ സൂപ്പർ സ്റ്റാറിലേക്ക് പോയിരുന്നോ? അതിന് എനിക്ക് പാടാൻ അറിഞ്ഞൂടാ. അവിടെ ഞാൻ പാടാറുണ്ട്. എനിക്ക് പാടാൻ അറിഞ്ഞിട്ടല്ല ഞാൻ പാടുന്നത്. അത് തിരുവാതിര മാറിപ്പോയിരുന്നു. അല്ല, അത് എന്തെന്നറിയാമോ? എനിക്ക് അവിടെ നിങ്ങളിപ്പോ ഇവിടെ നിന്ന് പോകുമല്ല, അപ്പൊ ഞാൻ ആ വണ്ടി കൂടെ കയറി അങ്ങ് വരാം. ഹലോ, ഇത് കന്യാകുമാരിയിൽ എക്സ്കർഷൻ വന്നിട്ട് പോകുന്ന പരിപാടിയാണത്. അല്ല, എനിക്ക് അത് പരിപാടിയിൽ വരാൻ ഭയങ്കര ആഗ്രഹമാണ്. ചേച്ചി, അത് പരിപാടിയിൽ വരണമെങ്കിൽ അത് ഒറ്റയ്ക്കല്ല പരിപാടി. പേര് വേണം. അയ്യോ, എന്തിന് പേര് വേണം? ഞാൻ എന്റെ മാപ്പിളേരെടുത്ത് പണ്ടേ പറഞ്ഞതാണ്, ഇത് എന്തെങ്കിലും അവസാനം ഒരു പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കുന്നു. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് എനിക്കത് വേണം, എനിക്കത് വേണമെന്ന്. ഏത് പേര്? എന്റെ പൊന്നു ചേച്ചി, പേരും പ്രസവം അല്ല. ഈ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ടില്ലേ, പരിപാടിയിൽ 2 പേര് ചേർന്നല്ലേ മത്സരിക്കുന്നത്. അപ്പൊ കൂടെ ഒരാൾ വേണം, അതാണ് പേർ. അതെ, ഞാൻ എന്നെ മനസ്സിലായ ഞാൻ അങ്ങ് തിരുവനന്തപുരത്ത് നിന്നാണ് വരണത്. അത് സംസാരം കേട്ട മനസ്സിലായല്ലോ. എന്റെ മാപ്പിളയും കൊണ്ട് വന്ന് എന്താണെന്നറിയാമോ, നമ്മൾ അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഇവിടെ എവിടെ എന്തോ മറ്റേ നീല ആമ്പല് വിരിഞ്ഞു കിടക്കുമെന്ന് എവിടെ, അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ അവിടെ ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് തള്ളണ്. അത് കണ്ടപ്പോ എന്റെ കെട്ടിയവനെയും കൂടെ ഞാൻ ഇങ്ങനെ ഒരുക്കി കെട്ടി കൊണ്ടുവന്നപ്പം ആമ്പല് മൊത്തം വാടി കിടക്കുന്നു. ഇപ്പൊ കുറച്ച് പച്ച പായലും ഉണ്ട്, പച്ച ഇലയും ഉണ്ട്. അത് കണ്ടോണ്ട് നിന്നപ്പോഴാണ് ഞാൻ അറിയണത് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കണമെന്ന്. ഹലോ ഏറ്റുമാനൂരെന്നും പറഞ്ഞൊരു ശബ്ദം കേട്ട് എന്റെ പൊന്നപ്പീ, അത് ഈ 108ന്റെ ശബ്ദമായിരിക്കും. അത് തന്നെ. ആ ശബ്ദം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടാ. ഒപ്പു നോക്ക് വെള തുടാന്ന് 2 പേരും ഇരിക്കുന്നുണ്ട്, പാവ കുട്ടികളെ പോലെ ഇരിക്കുന്നു. കേട്ടാ ഇഷ്ടപ്പെട്ട? ഓ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേണ്ട, അതിനുള്ളത് ഞാൻ ആയില്ല, ആവട്ടെ അപ്പ ഇരിക്കാം. ചേച്ചിയുടെ പേര്? എന്റെ പേര് ചന്ദ്രി. ചന്ദ്രി ചേച്ചി, അപ്പോഴേ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ വരണം എന്നാണോ ചേച്ചിയുടെ ആഗ്രഹം? പിന്നെ പരിപാടി കളിക്കും. അതാണ് ഞാൻ ചോദിച്ചു ചേച്ചി, അവിടെ വരണമെങ്കിൽ എന്തെങ്കിലും കഴിവുള്ളവർക്കല്ലേ വരാൻ. ചേച്ചി ചേച്ചി ചോദിക്കും, ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത്. ചേച്ചി, എനിക്ക് ഭയങ്കര കഴിവാണ്. ഞാൻ കോമഡിയൊക്കെ പറയും. ഞാൻ കോമഡിയൊക്കെ പറയും. ചേച്ചിയാ? എന്റെ നാട്ടിൽ ഏറ്റവും വലിയ കോമഡിയാണ് ഞാൻ. അത് ചേച്ചിയെ കണ്ടപ്പോഴേ മനസ്സിലായി, ചേച്ചിയാണ് നാട്ടിലെ ഏറ്റവും വലിയ കോമഡി. ഇപ്പൊ ചേച്ചിക്ക് ഇതിൽ പങ്കെടുക്കണ്ടേ? പങ്കെടുക്കണം. അപ്പൊ ഈ പരിപാടി പങ്കെടുക്കണമെങ്കിൽ കൂടെ ഒരാളുണ്ടെങ്കിലേ പറ്റൂ. കൂടെ ഒരാൾ, ഇപ്പൊ ഒരാൾ നീ ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെ പറ്റൂലല്ലോ. അല്ലെങ്കിൽ ഈ അപ്പിയെ വിളിച്ചോണ്ട് പോവാം. കോമഡി പറയോ? അയ്യോ, അവളെ വേണ്ട, അവള് വലിയ കോമഡി. അപ്പൊ നിങ്ങൾ വന്നാലും മതി. അല്ല, ഞാൻ പിന്നെ മറ്റേ വെൽക്കം ബ്രേക്ക് ഒക്കെ പറയണ്ടേ. നമ്മള് ചേച്ചിയുടെ കൂടെ വന്ന് അവിടെ ചിരിക്കാൻ ആള് കാണൂല. അപ്പൊ പിന്നെ ഞാൻ ആരെ കൊണ്ടുവരണം? ചേച്ചിക്ക് ഭർത്താവില്ലേ? ഉണ്ട്. ഭർത്താവിനെ കൊണ്ടുപോവാ. എന്റെ മാപ്പിളയാ. എന്റെ കൂടെ വന്നതാണ് തിരുവനന്തപുരത്ത്. ഇപ്പൊ എവിടെ വായുമ്പളന്ന് കിടക്കുകയാണ്, എവിടെയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങേരെയും കൊണ്ടാണ് ഞാൻ പോവേണ്ടത്. അല്ല, ഭാര്യയും ഭർത്താവും ഒരുപാട് പേരുണ്ടല്ലോ. മാത്രമൊന്നും അല്ല, അങ്ങേര് ഈ നിക്കുന്നതൊക്കെ തന്നെ ഉള്ളു. ഒരു ടൈമിംഗ് ഇല്ലാത്തൊരു മനുഷ്യൻ. അത് ടൈമിംഗ് ഇല്ലാണ്ടാണല്ലോ. അതാ ഞാൻ പറഞ്ഞില്ലേ, ഒരു താളബോധം ഇല്ലെന്ന്. എവിടെയോ കിടന്നു, എവിടെയോ. ഇതാരാ ഇത്? അല്ല എന്താ പൂന്തോട്ടോ? അത് കാണുന്നല്ല. എന്നെ അവിടെ നിർത്തിയിട്ട് നീ ഇതെവിടെ പെയ്യാ?
ഞാൻ ഇവിടെ വന്ന് ഓ ചന്ദ്രി നീ എപ്പോഴും വന്ന ഞാനാ ഒരു 6-6:30 ഇപ്പൊ നമ്മളെ വീട്ടിന്റെ വെളിയിൽ കൂടെ ഒരു കൊക്ക് പറന്ന് പെയ്യും അതിന്റെ കാലിൽ തൂങ്ങി വന്ന് അല്ല എഴഞ്ഞു വന്ന് നിങ്ങൾ മിക്കവാറും ഇന്ന് ഇവിടെ കിടന്ന് എഴയും എന്റെ കൂടെ വന്നിട്ട് നിങ്ങൾ എവിടെ വായും വളർന്നിരുന്നത്? എടി നീ അത് നീ ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ പാത പിന്തുടർന്നവൾ അവന്റെ യഥാർത്ഥ ഭാര്യ. അത് ന്യായം. ഭർത്താവിന്റെ ഭാര്യ ഭർത്താവിന്റെ പാത പിന്തുടർന്നാണ് ഭാര്യ. ചേച്ചി ഇങ്ങനെ ഈ വാക്കും കേട്ട് ഓരോ ഇങ്ങനെ പാതയും പിന്തുടർന്ന് ഞാൻ ചെന്നിട്ടെ വടക്കേലെ സുമേര അടുക്കളയിലിട്ടാണ് ഇങ്ങനെ ഞാൻ പൊക്കിയത്. അത് വേറൊന്നും അല്ല. അത് സുമേര ഇളയ ചെറുക്കന് ഞാൻ കണ്ടംപററി ഡാൻസ് പഠിപ്പിക്കാൻ പോയി. ഇങ്ങനെ കണ്ടംപററി പഠിപ്പിക്കാൻ പോയിട്ട് അവളെ മാപ്പിളേരെ ഒറ്റ അടിക്കാണ് ആ മുറ്റത്ത് കിടന്ന് ഇങ്ങനെ പുഴു അടിച്ചത്. എന്നിട്ട് ഇങ്ങനെ വാരിയെടുത്ത് ഞാൻ ആശുപത്രി കൊണ്ടുപോയി ഇങ്ങനെ പെടുക്കാൻ പോയത് എങ്ങനെയാന്ന് അറിയാമോ? മറ്റേ ചുമരിൽ പിടിച്ചോണ്ടിങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ പോയത്. ഞാൻ അവിടെ നിന്നപ്പോ നീ എന്തിനിവിടെ വന്ന് പറഞ്ഞു തോന്നുന്നു? എന്ത് നീ ഇവിടെ വന്ന് നിങ്ങൾക്ക് ടൈമിങ്ങും ഇല്ല, നിങ്ങൾക്ക് ഒരു താളബോധവും ഇല്ല. ചേച്ചി നിങ്ങൾ കേൾക്കണം, എന്റെ ചേച്ചിയെ കണക്കാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. ഇവള് പറഞ്ഞു കേട്ടാ, പാല് ഇറക്കാൻ പറയണ ബാബുവിനുണ്ട് ടൈമിങ്, പത്രം ഇടാൻ പറയണ സുരേഷിനുണ്ട് ടൈമിങ്, പഞ്ചായത്ത് പ്രസിഡന്റ് സോമേണ്ണനുണ്ട് ടൈമിങ്, ചെലവും കൊടുക്കണ മാപ്പിളക്ക് ടൈമിങ് ഇല്ല. ഇങ്ങനെ ടൈമിങ് മാത്രമല്ല ഇല്ലാത്തത്, ഒരു കാര്യത്തിന് ഒരു ഫ്ലോയും ഇല്ല. ഇപ്പൊ ചേച്ചിക്ക് എന്തായാലും കോമഡി മാസ്റ്റേഴ്സിൽ വരണം, പെർഫോം ചെയ്യണം. ചേട്ടൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടുകാരാണ് ചേച്ചി. കോട്ടയത്തിനകത്ത് എന്തായാലും കലാകാരന്മാർ ഇഷ്ടം പോലെ പേരുണ്ട്. ഇവിടുന്ന് നമുക്ക് ആരെങ്കിലും ചേച്ചിയുടെ കൂടെ പെർഫോം ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇപ്പം ഇവിടെ വെച്ച് ശ്വേത ചേച്ചി ഉണ്ട്, ഞാനും ഉണ്ട്, അഖിലും ഉണ്ട്. നമ്മൾ റെപ്രസെന്റ് ചെയ്ത് പറയുന്നത് എനിക്കത് അറിയണമല്ലോ. അല്ല ഞാൻ നിങ്ങൾക്ക് എന്താ പറയട്ടെ, എന്റെ പെണ്ടാട്ടിയോടെ ഞാൻ ആരെങ്കിലും ഇവിടെ നനഞ്ഞാണെങ്കിൽ ഇന്ന് ഞാൻ അടിച്ചുറക്കും. അല്ല അങ്ങനെയല്ല, അടങ്ങണ്ട അണ്ണ, അത് ചേച്ചിക്ക് ആഗ്രഹമല്ലേ? അതായത് എന്റെ ആഗ്രഹം ചേട്ടൻ ഞാൻ പറയാം. അതായത് ചേട്ടൻ ഒന്ന് മതി. അതായത് ചേട്ടാ, ഇവിടുന്ന് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റൂന്ന് നമ്മൾ ആദ്യം ഒന്ന് നോക്കട്ടെ. അപ്പൊ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ചേച്ചിയായിട്ട് ഒന്ന് വന്ന് അവിടെ പെർഫോം ചെയ്തിട്ട് പോട്ടെ. കുഴപ്പമില്ല, കുറച്ചേരെ ഇവരെ രണ്ടുപേരെ അടുത്ത് നോക്കാം. മാറുവോ ചേട്ടാ നമുക്ക് പട്ടി പറ്റി കിടക്കണേ എന്തര് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഒരു കാര്യം ചെയ്യാം, ഈ ചേച്ചിക്ക് എന്തായാലും പെർഫോം ചെയ്യാൻ താല്പര്യമുണ്ട്. കോട്ടയത്ത് നിന്ന് ഇപ്പം ഇവിടെ വെച്ച് ആർക്കെങ്കിലും ഇതുപോലെ മിമിക്രി ചെയ്യാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ സ്കിറ്റ് ചെയ്യാൻ അഭിനയിക്കാനൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരെയും വേണമെങ്കിൽ നോക്കി സെലക്ട് ചെയ്ത് നോക്കാം. ഈ സാർ ആണെങ്കിൽ പലപ്പോഴായിട്ട് പെർഫോം ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. വേണ്ട 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 വേണ്ട. ആരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടോ? നമുക്ക് ഇവിടെ നല്ല അങ്ങോട്ടേക്ക് പോയാലോ? വാ, ആരെങ്കിലും കോമഡി പറയുന്നവരുണ്ടോ? കോമഡി അവിടെ നോക്കിക്കേ, വെള്ളത്തെ കൊറേ ചേട്ടന്മാര്. കോമഡി പറയുന്ന ആരെങ്കിലും ഉണ്ടാ? ആരെങ്കിലും വരുമോ എന്റെ കൂടെ കോമഡി മാസ്റ്റേഴ്സിൽ പോവേ? വെള്ള ഷർട്ട് ഇട്ട് ഇങ്ങനെ അടുക്കി ഇരിക്കുന്ന കണ്ടില്ലേ എത്ര പേരുണ്ടെന്ന്? നിങ്ങൾ കോമഡി പറയുവോ? ഇല്ലേ? നിങ്ങൾ പറയൂ. ഇങ്ങ് വാ, അടുത്ത നമുക്ക് നോക്കാം. വെള്ള ഷർട്ട് മാത്രമേ കോമഡി ഒന്നുമില്ല. കോമഡി പറയൂ ആരെങ്കിലും? നിങ്ങൾ എന്തൊരു പുഴുവാന്നേ പിടയ്ക്കുന്നത് കിടന്ന കണ്ടിട്ട് ചന്ദ്രജി മാന്യൻ ആര് വന്നാലും ഞാൻ വരുമോ മാമ കോമഡി മാസ്റ്റേഴ്സില്? മാമ എവള് കടിക്കും പോവല്ലേ? കണ്ട നല്ല മാന്യ ലുക്ക്. വരുവോ എന്റെ കൂടെ കോമഡി പറയാൻ? കോമഡി അത്രയും പറയല്ല, അറിഞ്ഞൂടെ അല്ലേ? മോഹൻലാലിനെ പോലെ എന്തൊരു ചെയ്യും? ആരെങ്കിലും ഒരു ചെറുപ്പക്കാരെങ്കിലും ഉണ്ടോ? ചെറുപ്പക്കാരും ഇല്ല. അങ്ങനെ ഞാൻ ചമ്മൂല. ബാണ മോനെ നിനക്ക് വേണോ? മക്കളെ നീ കോമഡി പറയോടാ? കോമഡി പറയോ? എന്തൊരു കോമഡിയാണ് പറയണത്? ഒന്ന് പറഞ്ഞു കാണിച്ചു തരുമോ? അവനാ നിപ്പിൽ തന്നെ ഉണ്ട് കോമഡി. നിനക്ക് ഞാൻ എന്ത് ദ്രോഹം ചെയ്തടാ? എന്തെങ്കിലും നിനക്ക് നിന്നെ ഇച്ചിപ്പോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൊച്ചിനെ അർപ്പിക്കാതെ തന്നെ അങ്ങോട്ട് മാറി നിക്കി. കോമഡി എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്ന് വിളിച്ചപ്പോ ഉടനെ നീ കൂടെ പോടാ കുടുംബം കലക്കാനായിട്ട്. കരയല്ലേ? പോട്ടെ. ആരെങ്കിലും ഉണ്ടോ? പറയോ അപ്പി കോമഡി? പറയോ കോമഡി? എനിക്ക് ഒരാളെ കിട്ടി. കോമഡി പറയോ? അയ്യോ കിട്ടി കിട്ടി നമുക്ക് കിട്ടി. ഓടിവാ ഓടിവാ. പ്രിയ സുഹൃത്തുക്കളെ, ചരിത്ര നിമിഷത്തിലൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഏടാ ഇവൻ പൊളിക്കുന്നു. ഇവര് വൻ പവർ. ഹലോ, പേരെന്താ? എന്റെ പേര് സൂര്യജിത്ത് സുരേഷ്. സൂര്യജിത്ത് കോട്ടയംകാരുടെ പവർ കണ്ടോ? ഇതൊക്കെ പറഞ്ഞു നിന്ന് എന്തും ചെയ്യാൻ റെഡിയാണ്. അത് ഉറപ്പായിട്ടും ഇവർക്ക് കൊടുക്കുന്നതിലും കുറച്ചും കൂടെ 2 മടങ്ങ് കൈകളിയും കൂടെ എനിക്ക് തരണം. ഒരു റിക്വസ്റ്റ് ആണ്. കാരണം വേറൊന്നുമല്ല, എന്റെ വീട് ഇവിടെ കുറവലങ്ങാടിനടുത്തുള്ള കുറവലങ്ങാണ്ടും മരങ്ങാട്ടുപള്ളിക്ക് അടുത്തുള്ള സ്ഥലത്താണ്. ആരെങ്കിലും ഉണ്ടോ? കുറവലങ്ങാട്ടുകാരെങ്കിലും ഉണ്ടോ? ഇല്ലേ? ഏറ്റുമാനൂരുകാരുണ്ടോ? ഏടിക്ക്. താങ്ക് യു.
വേണ്ട. ആ ഞാനിവിടെ ചേച്ചിക്ക് പേരാകാൻ വന്നതാണ്. അപ്പൊ ആദ്യം Performance എന്താ ഈ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മിമിക്രി. എടാ ഇവന് ഫുൾ അറിയാവുന്നതാണെന്ന് തോന്നുന്നു. നോക്കട്ടെ കേക്കട്ടെ, നമുക്കൊരു സാമ്പിൾ നോക്കാം. അതെ കാണാം. ആ ആദ്യം തന്നെ നമ്മുടെ ബാലച്ചേട്ടന്റെ വോയിസ് എടുക്കാം. ബാലച്ചേട്ടൻ എല്ലാവർക്കും അറിയത്തില്ലേ? പാലിച്ചേട്ടനെ ഇറക്കി നമ്മളവിടെ പാല് ഇറക്കാൻ പറഞ്ഞ പാലിച്ചേട്ടൻ എനിക്ക് അതല്ല, ഇത് വേറെ ബാലചേട്ടൻ. സൗണ്ട് കേൾക്കുമ്പോൾ അതെ അതെ മനസ്സിലാവും. ബാലച്ചേട്ടൻ ഇവിടെ വരുക. ഓക്കെ, എല്ലാവർക്കും വണക്കമുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇരിക്കുന്ന ആളൊക്കെയുണ്ടോ? ശ്വേത ചേച്ചി, തക്കുടി മോൾ ശ്വേത ചേച്ചി നമ്മുടെ അമ്മയുടെ പ്രസിഡന്റ് ആയില്ലേ? അതെ. അതിൽ എനിക്ക് ഈഗോ അടിച്ച് ഞാൻ തമിഴ്നാട്ടിലെ പുതിയൊരു സംഘടന തുടങ്ങിയിട്ടുണ്ട്, തങ്കച്ചി അസോസിയേഷൻ. അതിൽ വരുമോ പ്രസിഡന്റൊക്കെ? പിന്നെ അവിടെ ആനി ചേച്ചി അവിടെ എന്നെ കുക്കറി ഷോ, ഇത് പായസം കുക്കറി ഷോ, ആനീസ് കിച്ചൺ. ആനീസ് കിച്ചൺ. ആ പേരാണോ ചോദിച്ചത്? അതിൽ ഒരു ഈഗോ അടിച്ച് ഞാൻ തമിഴ്നാട്ടിലെ ഒരു പരിപാടിയുണ്ട്, ബാലാസ് കിച്ചൺ. ഓ വരുമോ? പിന്നെ ഞാനൊരു പാട്ട് പാടട്ടെ, ശ്രുതി ശരിയാകുമോ? ഒരു ശ്രുതി. ചെമ്പകപ്പൂങ്കാറ്റിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു നാനൊന്ന് ശ്വേതാമേനോന്. എപ്പടി ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ബാലഗിരിയുടെ കൊള്ളാം കൊള്ളാം കൊള്ളാം. പേരാകാൻ കൊള്ളുവോ? അത്രയൊന്നും കൊള്ളില്ല, കുഴപ്പമില്ല. എനിക്ക് കോമഡിയൊന്നും ഇല്ല ഓ എന്നാ പിന്നെ നമുക്ക് നമ്മുടെ സുരേഷ് ഏട്ടനെ വിളിച്ചാലോ? സുരേഷ് ഗോപി സാർ. സുരേഷ് ഗോപി എല്ലാവർക്കും സാർ. ശരി, സുരേഷ് ചേട്ടന്റെ സൗണ്ട് കൂടെ കേട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കോമഡി മാസ്റ്റേഴ്സിൽ പോണോ പാട്ടും കൊണ്ട് അതെ, അതെ. സൂപ്പർ സ്റ്റാറിൽ പോണോ ആ എന്നുള്ളത്. അതെ അതെ ആ. അതെ. നിങ്ങളൊക്കെ ആരാ? നിന്നെ ആരാ ഇവിടെ വിളിച്ചത്? കൈയടിക്കാൻ പാടില്ല, കൈയടിക്കാൻ പാടില്ല. കൈയടിച്ചു. എന്റെ മകനെ നിങ്ങൾ കൈയടിച്ച് കൂട്ടിക്കൊന്നു. ഞങ്ങൾ അനാഥരാണല്ലേ? ഗുണ്ടകളാണോ? അല്ലല്ലേ? പ്രണയനില പൊഴകിറതേ. നീ ചിരിക്കരുത് മോനെ, നീ ചിരിക്കരുത്. ഇവിടെ വരുന്ന എല്ലാവരെയും നീ അയ്യോ മോനെ സ്തുതിയില്ല സംഗതിയില്ല എന്ന് പറഞ്ഞു. എടാ പൊളി പൊളി സൂപ്പർ. Thank you, thank you. ഇപ്പൊ കൈയോടെ പൊക്കിക്കൊണ്ട് പോയാലോ എന്ന് എനിക്ക് Set. തോന്നുന്നുണ്ട്. ഇത്രയും പെർഫോമൻസ് കണ്ടിട്ട് ചന്ദ്രിക്ക് എന്ത് തോന്നി? ഓക്കെ ആണോ? പിന്നെ ഇത് മതി, ഉറപ്പാണോ? മതി. പക്ഷെ ഇവിടെ എന്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളല്ല ഇത് ചേട്ടനെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട, ആ. നമ്മളല്ലല്ലോ ഇത് തീരുമാനിക്കേണ്ടത്. അതായത് തീരുമാനിക്കേണ്ട ആള് കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രമാണി എന്ന് പറയുന്നത് നമ്മുടെ ശ്വേത ചേച്ചിയാണ്. അതെ. അപ്പൊ ശ്വേത ചേച്ചി ഒന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ തീരുമാനം ഇവിടെ വെച്ച് തന്നെ അതെ ആലോചിക്കാൻ സെലക്ട് കഴിയും. ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാം. ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു പെർഫോമൻസ് ലൈവായിട്ട് കണ്ടിട്ട് ഇവിടുന്ന് നമുക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ബാറ്ററി ചാർജ് ആവും, നമുക്ക് കൊണ്ടുപോവാം. ഉറപ്പിച്ചു? Thank you, thank you. Superb. Thank you, എങ്കിൽ thank you. നമ്മൾ ഇതാ കൊണ്ടുപോവുകയാണ് സൂര്യജിത്തിനെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് വേദിയിലേക്ക്. ഇവിടുത്തെ ഈ ആഘോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കാണാൻ പോകുന്നത് സൂര്യജിത്തിനെ കോമഡി മാസ്റ്റേഴ്സിൽ. താങ്ക് യു. വെൽക്കം. താങ്ക് യു. അത് ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ ചേച്ചി, അമ്മയുടെ പ്രസന്റ് ഒരുപാട് താങ്ക് യു. എന്നെ കൂടെ കൊണ്ടുപോകാൻ പറ. മാമ ഇടയ്ക്ക് കാണാൻ വന്നോ വേണമെങ്കിൽ? ആ എന്തര്? ഞാനും കൂടി വരക്കാം. എവിടെ? എന്തൊരു മാസ്റ്റേഴ്സിനാ കുട പിടിക്കാൻ അറിയാമോ? അറിയാം, ഇങ്ങനെ പിടിക്കും. മേക്കപ്പ് ചെയ്യാൻ അറിയാമോ? അറിയാം, ഇങ്ങനെയൊക്കെ ആക്കി തരും. ആഹാരം കൊണ്ട് തരാൻ അറിയാമോ? അറിയാം, ഇങ്ങനെ വാരി തരും. എന്നാ പിന്നെ വാ പോവാം. പോവാന്നാ. കൊണ്ടുക്കോ. പോവാ പോവാം, വാ. പോണേ. All the best. ടാറ്റാ. നമുക്ക് അവിടെ കാണാം.